SSC-RRB SSC എക്സാം എഴുതുന്ന നമ്മളെല്ലാവരും വളരെയധികം ഫോക്കസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഡ്രീം എക്സാം ആയിട്ടുള്ള SSC CGL നോട്ടിഫിക്കേഷൻ ഇതാ വന്നു കഴിഞ്ഞു. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2 ഇരട്ടിയിലധികം വേക്കൻസി, ഏകദേശം 17,000-ലധികം വേക്കൻസിയാണ് ഇപ്രാവശ്യം വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാൻ പോവുകയാണ് നമ്മുടെ ഈ വർഷം. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡേറ്റ്സ് ഏതൊക്കെയാണ്? അപ്പൊ ഓൺലൈൻ അപ്ലിക്കേഷനുള്ള വിൻഡോ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 24/6/2024 മുതൽ 24/7/2024 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. അതായത് ജൂലൈ 24 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ്. നെക്സ്റ്റ്, ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ റെസിപ്പിയന്റ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻസ് എപ്പോഴാണ്? 24/7/2024 ആണ്. അതായത് അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ തീയതി എന്ന് പറയുന്നത് ജൂലൈ 24-ാം തീയതിയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പക്ഷേ ഇനി നിങ്ങൾ അപ്ലൈ ചെയ്തു, പക്ഷെ നിങ്ങൾ ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് ഒരു ദിവസം കൂടി കിട്ടും. 25/7/2024 വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക കേട്ടോ. പക്ഷേ ആരും തന്നെ അവസാന ഡേറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ അവസാനം വരെ നോക്കി നിൽക്കാണ്ടിരിക്കുക. വേഗം തന്നെ അപ്ലിക്കേഷൻസ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഡേറ്റ് ഓഫ് വിൻഡോ ഫോർ അപ്ലിക്കേഷൻ ഫോം കറക്ഷൻ. നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം കറക്ഷൻ ഉള്ള വിൻഡോ ഓപ്പൺ ആവുന്നത് 10/8/2024 മുതൽ 11/8/2024 വരെയാണ്. അതായത് ഒരു ദിവസമേ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ മാക്സിമം എന്ത് ചെയ്യാണ്ടിരിക്കുക? തെറ്റ് വരുത്താണ്ടിരിക്കുക. ഇനി അഥവാ എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയാൽ 10/8/2024 മുതൽ 11/8/2024 വരെയാണ് കറക്ഷൻ ആയിട്ട് വിൻഡോ ഓപ്പൺ ആവുന്നത്. നെക്സ്റ്റ്, നമ്മുടെ ടിയർ 1 എക്സാമിന്റെ ടെന്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് നമ്മുടെ എക്സാമിന്റെ ടിയർ 1 എക്സാമിന്റെ ടെന്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത്. സാധാരണ ഉണ്ടാവുന്ന പോലെ തന്നെയാണ് അല്ലെ. എക്സാമിന് ഡിലേ ഒന്നുമില്ല. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. MTSന്റെ നോട്ടിഫിക്കേഷൻ ഡിലേ ആയപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചത് CGL-ലും അങ്ങനെ ഒരു ഡിലേ പ്രതീക്ഷിക്കാവുന്നതാണ്. CGL-ലും എക്സാമിനും ഡിലേ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിച്ചതെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്യുക, ഒരു ഡിലേയും ഇല്ല. എപ്പോഴാണ്? സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ടിയർ 1 നടക്കാനായിട്ട് പോകുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ടിയർ 2. ടിയർ 1 ആയാലും ടിയർ 2 ആയാലും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഡിസംബർ 2024 ഡിസംബർ മാസമാണ് നമ്മുടെ ടിയർ 2 നടക്കാനായിട്ട് പോകുന്നത്. വളരെ കൃത്യമായ പ്ലാനോടെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിൽ ഒരു ഓഫീസർ പോസ്റ്റിലേക്ക് എത്താനാവുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ കാര്യം ഞാൻ ഒന്നും കൂടി പറയാം. നമ്മുടെ SSC CGL ഓഫീസേഴ്സ് ബാച്ച് റണ്ണിംഗ് ആണ്. നിങ്ങൾക്ക് ഇപ്പോഴും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കൃത്യമായ പ്ലാനോടെ പഠിച്ചാൽ നമുക്ക് നമ്മുടെ ഡ്രീം ജോലിയിൽ എത്താവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനിലോട്ട് പോവാം. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 17,000-ലധികം വേക്കൻസീസ് ആണ് അല്ലേ. നമ്മൾ ഈ കൃത്യം ഒരു വർഷം ഇനിയുള്ള ഈ സമയം നമ്മൾ കൃത്യമായിട്ട് പ്ലാനിങ്ങോടെ വ്യക്തമായി യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രീം പോസ്റ്റിലേക്ക്, നമ്മുടെ ഡ്രീം ജോലിയിലേക്ക്, സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ആയാലും ഡിപ്പാർട്ട്മെന്റ് ആയാലും അതിലേക്ക് ഒരു ഓഫീസർ പോസ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന എക്സാം ആണ് നമ്മുടെ CGL അല്ലെ. ഇപ്പൊ ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഗ്രൂപ്പ് C, ഗ്രൂപ്പ് B പോസ്റ്റുകളിലേക്കാണ് നമുക്ക് CGL എക്സാം വഴി ജോലി ലഭിക്കുന്നത്. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെഷനിലോട്ട് പോവാം. ഞാൻ പറഞ്ഞ പോലെ ഗ്രൂപ്പ് C, ഗ്രൂപ്പ് B പോസ്റ്റുകളിലേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് CGL എക്സാം വഴി. അങ്ങനെയാണെങ്കിൽ ഓരോ പോസ്റ്റ് ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റുകളുടെ ഏജ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഗ്രൂപ്പ് Bയിൽ വരുന്ന മെയിൻ പോസ്റ്റുകളാണ് നമ്മുടെ ASO. നമ്മുടെ ASO ഗ്രൂപ്പ് Bയിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് ASO എന്ന് പറയുന്നത്. ASOയില് ഇപ്പൊ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് ആയാലും ഇന്റലിജൻസ് ബ്യൂറോ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഒക്കെ നിറയെ പേർ ടാർഗറ്റ് ചെയ്യുന്നതാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഒക്കെ. അപ്പൊ ഇതിൽ ഓരോന്നിനും ഓരോ ഏജ് ഗ്യാപ്പ് ആണ് വരുന്നത്. സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് ഗ്രൂപ്പ് Bയിൽ വരുന്ന സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് ഗ്രൂപ്പ് Bയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 30 years ആണ്. ഇനി നെക്സ്റ്റ് ഇന്റലിജൻസ് ബ്യൂറോ ASO ഇന്റലിജൻസ് ബ്യൂറോ ഗ്രൂപ്പ് B തന്നെയാണ്, 18 to 30 years ആണ്. ഇനി ASO മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ആവുമ്പോൾ 20 to 30 ആയി.
മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ASOന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 20 to 30 ആണ്. അങ്ങനെ ഓരോ ASO തന്നെ എടുക്കുമ്പോഴായാലും ഏജ് ലിമിറ്റിൽ വ്യത്യാസമുണ്ട്. ജനറലി 18 to 30 years ആണ് എന്ത് വരുന്നത്, ASOയുടെ ഏജ് ലിമിറ്റ് വരുന്നത്. നമ്മുടെ ഗ്രൂപ്പ് ബിയുടെ ഏജ് ലിമിറ്റ് വരുന്നത് ഇത് പേ ലെവൽ 7 ആണ് കേട്ടോ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ പേ ലെവൽ 8 ആയിട്ടുള്ള AAO ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം AAO വേക്കൻസി ഇപ്രാവശ്യം ഇല്ല എന്നാണ് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റുന്നത്. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത്രയും നമ്മുടെ ഗ്രൂപ്പ് ബിയിൽ വരുന്ന പോസ്റ്റുകളാണ് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്, നോട്ടിഫിക്കേഷനിലും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ പേ ലെവൽ 6 ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഏജ് വരുന്നത് 18 to 30 years ആണ്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ് റിസർച്ച് അസിസ്റ്റന്റ്. ഇപ്രാവശ്യത്തെ ഒരു ന്യൂ ജോബ് അഡീഷൻ ആണ് നമ്മുടെ റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ അണ്ടറിലാണ് റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ജോബ് വേക്കൻസി വന്നിരിക്കുന്നത്. അത് ഗ്രൂപ്പ് ബി തന്നെയാണ്. 18 to 30 years ആണ് എന്ന് വന്നിരിക്കുന്നത് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത്. റെഡി ആണല്ലോ? നെക്സ്റ്റ് നമ്മുടെ പേ ലെവൽ 5 ഓഡിറ്റർ ആൻഡ് അക്കൗണ്ടന്റ് സെക്ഷൻസ് വരുന്നത് പേ ലെവൽ 5 ആണ്. ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്. 18 to 27 years ആണ് പേ ലെവൽ 5 ഓഡിറ്റർ ആൻഡ് അക്കൗണ്ടന്റ് പോസ്റ്റുകളിലേക്കാണ് ഈ ജോബ് വേക്കൻസീസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പേ ലെവൽ 4. നമ്മുടെ പോസ്റ്റൽ അസിസ്റ്റന്റ്, ടാക്സ് അസിസ്റ്റന്റ് പോലെയുള്ള പോസ്റ്റുകളാണ് പേ ലെവൽ 4 വരുന്നത്. അതിന്റെ ഏജ് എന്ന് പറയുന്നത് 18 to 27 years ആണ്. ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് കേട്ടോ. ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്. അപ്പൊ ഏജ് ലിമിറ്റിന്റെ കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ആണ് നമ്മുടെ ഏജ് ലിമിറ്റ്. എല്ലാവരും എപ്പോഴും ചോദിക്കുന്നതാണ് ഏജ് ലിമിറ്റ്. നമ്മൾ 18 to 27 അല്ലെങ്കിൽ 20 to 30 എന്നൊക്കെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിലും ഏത് ഇയറിനുള്ളിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് കോമൺ ആയിട്ട് കാൻഡിഡേറ്റ്സിന്റെ ഇടയിൽ കണ്ടുവരുന്ന ഒരു ഡൗട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അത് നോക്കുകയാണെങ്കിൽ 18 to 27 years ഏജ് ലിമിറ്റ് വരുന്ന ജോബിനാണ് അല്ലെങ്കിൽ ജോബ് വേക്കൻസിയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 97, അതായത് 97 ഓഗസ്റ്റിന് ശേഷവും 1/8/2006 ഉള്ളിലുമായിരിക്കണം. അതായത് 97 ജൂണിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് നിങ്ങൾ 1/8/2006 ഉള്ളിലായിരിക്കണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത്. ഇനി ഏജ് ലിമിറ്റ് 20 to 30 years ഉള്ള ജോബ് വേക്കൻസി ആണെങ്കിൽ നിങ്ങൾ 94 ഓഗസ്റ്റിന് ശേഷവും 1/8/2004 ഉള്ളിലുമായിരിക്കണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കേണ്ടത്. ഇനി 18 to 30 yearsനുള്ളിലുള്ള ആണ് ഏജ് ലിമിറ്റ് എങ്കിൽ, ഏജ് ലിമിറ്റ് ഉള്ള ജോബ് വേക്കൻസിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 94 ഓഗസ്റ്റിന് ശേഷവും 1/8/2006 ഉള്ളിലുമായിരിക്കണം ഡേറ്റ് ഓഫ് ബർത്ത് വരേണ്ടത്. ഇനി 18 to 32 years ആണെങ്കിൽ ഓഗസ്റ്റ് 92, അതായത് 92 ഓഗസ്റ്റിന് ശേഷവും 1/8/2006 ഉള്ളിലുമായിരിക്കണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഇയർ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ, മന്തിന്റെ കാര്യവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇപ്പൊ 97 ജൂണിലാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൃത്യമായിട്ട് മന്തും ഇയറും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റെഡി? നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഏജ് റിലാക്സേഷൻസ് അല്ലെ. ഇപ്പൊ നമ്മൾ ഏജ് ലിമിറ്റ് പറഞ്ഞു. ഇനി ചില പ്രത്യേക കാറ്റഗറിക്ക് എന്തുണ്ട്, ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. അത് നമ്മുടെ SSC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 years ആണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. 5 years ആണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. ഇപ്പൊ നിങ്ങൾ 20 to 30 years ഏജ് ലിമിറ്റ് വരുന്ന ജോബ് വേക്കൻസിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു SSC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 35 years വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ വരുന്നത് 3 years ആണ്. ദാറ്റ് ഈസ് 20 to 30 ഏജ് ലിമിറ്റ് ഉള്ള ജോബ് വേക്കൻസിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 33 years വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. റെഡി? നെക്സ്റ്റ് PWD അൺറിസർവ്ഡ്, PWD OBC,
PWBD, OBC ഇതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ നോട്ടിഫിക്കേഷനിലും ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SC, ST, OBC പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അല്ലെ. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച്. ആദ്യം നമുക്കറിയാം CGL എന്ന് പറയുന്നത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്. അപ്പൊ ഡിഗ്രി എന്തായാലും വേണ്ടിയിട്ടുള്ള എക്സാം ആണ് നമ്മുടെ CGL എക്സാം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ JSO എന്ന് പറയുന്ന പോസ്റ്റിന് ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി, ഏത് സ്ട്രീം ആയിക്കോട്ടെ, അതിൽ ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് നിങ്ങൾക്ക് വേണ്ടത്. പക്ഷെ എന്തായിരിക്കണം? റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിലായിരിക്കണം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. സബ്ജക്ട് ഒരു മാറ്ററും അല്ല. പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മിസ്സേ എനിക്ക് ഞാൻ ഡിഗ്രി എടുത്തിരിക്കുന്നത് ഡിസ്റ്റന്റ് ആയിട്ടാണ്, എനിക്ക് ഈ CGL ഒക്കെ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. ഉറപ്പായിട്ടും പറ്റും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഡിസ്റ്റന്റ് ഡിഗ്രി എടുത്തിരിക്കുന്നത് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇതല്ലെങ്കിൽ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? ലീസ്റ്റ് 60 മാർക്ക്. നമ്മളെ 12th സ്റ്റാൻഡേർഡിൽ 60% മാർക്ക് നിങ്ങൾക്ക് മാത്സിന് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡിഗ്രി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ 60% മാർക്ക് മാത്തമാറ്റിക്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ ഇത് 2 ക്വാളിഫിക്കേഷനും അല്ല എങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദി സബ്ജക്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇത് ഓറാണ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി JSOന് അപ്ലൈ ചെയ്യണമെങ്കിൽ. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിന് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് വേണ്ടത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദി സബ്ജക്ട് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പൊ കാൻഡിഡേറ്റ് 6 സെം ഉണ്ടെങ്കിൽ 6 സെമ്മിലും എന്ത് പഠിച്ചിട്ടുണ്ടാവണം? പഠിച്ചിട്ടുണ്ടാവണം. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടാവണം. The candidate must have studied statistics as a subject in all 3 years, all the 6 semesters of the graduation course. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ചിലപ്പോൾ നമുക്ക് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടാവും അല്ലെ. ചില കോഴ്സുകളിൽ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ അവർക്ക് എന്ത് പറ്റില്ല? അവർക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാ സെമ്മിലും എന്ത് പഠിച്ചിട്ടുണ്ടാവണം? ഡിഗ്രി 3 വർഷമാണെങ്കിൽ 3 വർഷവും സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റ്. റെഡി? ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട്, ഏത് സബ്ജക്റ്റിലെ ഡിഗ്രി ആയാലും സ്റ്റാറ്റിസ്റ്റിക്സ് 3 വർഷങ്ങളിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. റെഡി ആണല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റിസർച്ച് അസിസ്റ്റന്റ് ഇൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRCയിൽ വരുന്ന റിസർച്ച് അസിസ്റ്റന്റ് പോസ്റ്റ്. ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്? ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി, ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് വേണ്ടത്. കൂടാതെ ഡിസൈറബിൾ ആയിട്ടുള്ള, ഇല്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ ഡിസൈറബിൾ ആയിട്ടുള്ള കുറച്ച് എന്താണ്, ഇത് എന്തായാലും മാൻഡേറ്ററി അല്ല കേട്ടോ. ദിസ് ഇസ് നോട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സാധനമല്ല. ഓക്കെ, മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സാധനം അല്ല. ഇനി ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ, മിനിമം 1 year റിസർച്ച് എക്സ്പീരിയൻസ് ഇൻ എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. മിനിമം 1 year റിസർച്ച് എക്സ്പീരിയൻസ് ഇൻ എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ റെക്കഗ്നൈസ്ഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏതെങ്കിലും റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമുള്ള ഒരു റിസർച്ച് എക്സ്പീരിയൻസ്, മിനിമം 1 year റിസർച്ച് എക്സ്പീരിയൻസ് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള, മാൻഡേറ്ററി അല്ല, എന്നാലും ഉണ്ടായാൽ നല്ലതാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഡിഗ്രി ഇൻ ലോ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ്. ഡിഗ്രി ഇൻ ഹ്യൂമൻ റൈറ്റ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഇത് രണ്ടും ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. റെഡി ആണല്ലോ?
നെക്സ്റ്റ് ബാക്കി എല്ലാ പോസ്റ്റിനും ഓൾ അതർ പോസ്റ്റ് എന്താണ് നമുക്കറിയുന്ന പോലെ തന്നെ CGL എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്. ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് ബാക്കി എല്ലാ പോസ്റ്റിനും വേണ്ടത്. ക്ലിയർ ആണല്ലോ? എഴുതിയിട്ടുണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ്. റെഡി ആണല്ലോ? പക്ഷേ നിങ്ങൾ ആലോചിക്കുക, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് ഓൺ ഓർ ബിഫോർ കട്ട് ഓഫ് 1/8/2024. അപ്പൊ ജനറലി ഇപ്പൊ എല്ലാ സ്റ്റുഡൻസും ചോദിക്കുന്ന കാര്യമാണ് ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അല്ലേ. ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ റിസൾട്ട്, നിങ്ങളുടെ എക്സാമിന്റെ റിസൾട്ട് കഴിഞ്ഞ് റിസൾട്ട് വന്ന മാർക്ക് ഷീറ്റ് കയ്യിൽ ഉണ്ടാവണം. ഏത് ഡേറ്റ് ആകുമ്പോഴത്തേക്ക് 1/8/2024 ആകുമ്പോഴത്തേക്ക് 1/8/2024 ആകുമ്പോഴത്തേക്ക് ഈ ഒരു ഡേറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വന്ന് മാർക്ക് ഷീറ്റ് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പെർസെൻറ്റേജോ ഒന്നും കാര്യമല്ല, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ മുന്നേ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് സപ്ലി ഉണ്ടായിരുന്നു. നിങ്ങളുടെ സപ്ലീൻ്റെ ഡേറ്റ് എപ്പോൾ വരണം? 1/8/2024 ആകുമ്പോഴത്തേക്കും സപ്ലിയുടെ റിസൾട്ട് വന്ന് നിങ്ങളൊരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം. 1/8/2024 ആകുമ്പോഴത്തേക്കും ഒരു ഡിഗ്രി ഹോൾഡർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. റെഡി ആണല്ലോ? നെക്സ്റ്റ് നമ്മുടെ എക്സാമിനേഷന്റെ സ്കീം എന്ന് പറയുന്നത് Tier 1 ഉണ്ട്, Tier 2 ഉണ്ട്. Tier 1 ആയാലും Tier 2 ആയാലും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അല്ലെ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ Tier 1 എക്സാമിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്പർ ഓഫ് മാർക്സ് എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. റെഡി ആണല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ്സിന് 25 ക്വസ്റ്റ്യൻസ് ആണ്. എഗെയിൻ 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 50 ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 25 ക്വസ്റ്റ്യൻ, 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. അപ്പോൾ ടോട്ടൽ 50 മാർക്കാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ. Tier 1നും Tier 2നും CGLന് ഇംഗ്ലീഷ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. 25 ക്വസ്റ്റ്യൻ, 50 മാർക്ക്. അപ്പൊ ഇതിന് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 1 hour ആണ്. നമ്മൾ സ്ക്രൈബിനെ വെച്ചിട്ടാണ് എക്സാം എഴുതുന്നതെങ്കിൽ 1 hour 20 minutes കിട്ടും. അല്ലാതെ എല്ലാവരുടെയും ടൈം എന്ന് പറയുന്നത് 1 hour ആണ്. പക്ഷെ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാണ്ടിരിക്കുക. 0.5 ആണ്. 0.5 ആണ് നെഗറ്റീവ് മാർക്ക്. കൂടാതെ Tier 1ലും Tier 2ലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ട്. ഇതെല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും? MCQ questions ആയിരിക്കും. ഓക്കെ, Tier 1 will consist of objective type multiple choice questions എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടാവും. നമ്മൾ പ്രിഫറബിളി മലയാളീസ് പൊതുവെ ഇംഗ്ലീഷ് ആണ് പ്രിഫർ ചെയ്യുക അല്ലേ. അപ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ ഇംഗ്ലീഷ് ആണ് യൂഷ്വലി പ്രിഫർ ചെയ്യാറ്. അപ്പോൾ MCQ questions ആയിരിക്കും. 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻസിൽ നിന്നും തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ Tier 2ലേക്ക് പോകുമ്പോൾ Tier 2ല് പേപ്പർ 1 സെഷൻ 1 എന്ന് പറയുന്നത് 2 hour 15 minutes ആണ് നമ്മുടെ സെഷൻ 1. സെഷൻ 1ല് മോഡ്യൂൾ 1, സെഷൻ 1ലെ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ എബിലിറ്റി ആണ്. മാത്തമാറ്റിക്കൽ എബിലിറ്റി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 30 ആണ്. നെക്സ്റ്റ് വരുന്ന മോഡ്യൂൾ 2 ആണ് റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസ്. റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസിൽ നിന്നും 30 ക്വസ്റ്റ്യൻസിനാണ് എഗെയിൻ 30 ക്വസ്റ്റ്യൻസ് ആണ് എഗെയിൻ ഉണ്ടാവുക. അപ്പൊ ടോട്ടൽ 60. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? മാക്സിമം മാർക്ക് 60 ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക്. അപ്പൊ ടോട്ടൽ 180 ആണ് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. മാക്സിമം മാർക്ക് 180 ആണ്. ഈ സെഷന് ഓരോ സെഷനും കിട്ടുന്ന ഫോർ ഈച്ച് സെഷൻ നമുക്ക് കിട്ടുന്നത് 1 hour ആണ് കേട്ടോ. ഓരോ സെഷനും നമുക്ക്, അതായത് സെഷൻ 1ല് മാത്തമാറ്റിക്കൽ എബിലിറ്റിയും ഉണ്ട്, റീസണിങ്ങും ഉണ്ട്. നമ്മുടെ സെഷൻ 1ന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 1 hour ആണ്. സെഷൻ 1ന്റെ ടൈമിംഗ് ആണ് 1 hour കേട്ടോ. സെഷൻ 1ൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? മാത്സും ഉണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങും ഉണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ സെഷൻ 2. സെഷൻ 2വിന് കിട്ടുന്ന ടൈം എത്രയാണ്? സെഷൻ 2വിന് കിട്ടുന്ന ടൈമും 1 hour ആണ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ ആണ് നമ്മുടെ മോഡ്യൂൾ 1ലെ സെഷൻ 2ലെ മോഡ്യൂൾ 1. അതിൽ 45 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് വരുന്നതാണ് ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ്സിലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്
25 ആണ്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 70 ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പൊ 70 ക്വസ്റ്റ്യൻസിന് 3 മാർക്ക്, ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക്. അപ്പൊ ടോട്ടൽ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 210 ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മൾ CGLA Tier 2ന്റെ ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് ആഡ് ഓൺ ആയിട്ട് MTSും കൂടെ അവിടെ പ്രിപ്പയർഡ് ആവുകയാണ് അല്ലെ. നമ്മുടെ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ആണ് MTS. അപ്പൊ അതും കൂടി ഇവിടെ കവറപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ സെക്ഷൻ 3 വരെയാണ്. സെക്ഷൻ 3ൽ എന്താണ്? കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ. നമ്മൾ 1 hour സെക്ഷൻ 2 എടുത്തു, 1 hour സെക്ഷൻ 1 എടുത്തു. നമ്മുടെ സെക്ഷൻ 3 എന്ന് പറയുന്നത് 15 minutes ആണ്. നമ്മൾ ടോട്ടൽ ഡ്യൂറേഷൻ പറഞ്ഞത് 2 hour 15 minutes ആയിരുന്നു. ആ 15 minutes കവർ ആവുന്നത് കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ ആണ്. എത്രയാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്? 20 ആണ്. ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 20 × 3 60 ആണ് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ 15 minutes ആണ് നമ്മുടെ കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂളിന്റെ ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ സെക്ഷൻ 2. സെക്ഷൻ 2വിൽ 15 minutes ടെസ്റ്റ് ആണ്. നമ്മുടെ ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ആണ് നമ്മുടെ സെക്ഷൻ 3. അതിന്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 15 minutes ആണ്. ഓക്കെ, ഡാറ്റ എൻട്രി ടാസ്കുകളാണ് ഇതിൽ ഉണ്ടാവുക. റെഡി ആണല്ലോ? സെറ്റ്. നെക്സ്റ്റ് ഇനി പേപ്പർ 2 സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മുടെ JSO എക്സാമിന്, JSO പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു എക്സ്ട്രാ പേപ്പർ കൂടി ഉണ്ടാവും. അതിന്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 200 ആണ്. എഗെയിൻ 2 hours ആയിരിക്കും ഈ സെഷൻ ഉണ്ടാവുക. ഓക്കെ, 2 hour ആയിരിക്കും സെഷൻ ഉണ്ടാവുക. 2 hour 40 minutes ആയിരിക്കും സ്ക്രൈബിനെ വെച്ച് എഴുതുന്ന ആൾക്കാർക്ക് 2 hour 40 minutes ഉണ്ടാവും. റെഗുലർ കാൻഡിഡേറ്റ് ആണെങ്കിൽ 2 hours ആണ് മാക്സിമം ടൈം എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഹൗ ടു അപ്ലൈ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ssc.gov.in എന്ന് പറയുന്ന സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു SSC എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 time രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. 1 time രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന വീഡിയോ നമ്മുടെ വിഷ്ണു സർ, നമ്മുടെ സൈലം SSC RRBയുടെ അക്കാദമി ഹെഡ് ആയിട്ടുള്ള വിഷ്ണു സാർ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. നമ്മുടെ വിഷ്ണു സാർ ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. അത് നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ ഫോട്ടോഗ്രാഫ്, നമ്മൾ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ലൈവ് ക്യാപ്ചറിങ് ആയിരിക്കും നടക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സ്പെക്സ് വെക്കാത്ത, ക്യാപ്പ് ഒന്നും ഇടാത്ത, കൃത്യമായി നമ്മുടെ ഫോർഹെഡും കണ്ണൊക്കെ ഐസൊക്കെ കറക്റ്റ് ആയിട്ട് ഓപ്പൺ ആവുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ലൈവ് ക്യാപ്ചർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നതാണ് സിഗ്നേച്ചർ. നമ്മുടെ സിഗ്നേച്ചറിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് 10 to 20 KB ഇടയിലായിരിക്കണം. സിഗ്നേച്ചറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6 സെന്റിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്ററും ആയിരിക്കണം കേട്ടോ. ഹൈറ്റ് 2 സെന്റിമീറ്ററും വിഡ്ത്ത് 6 സെന്റിമീറ്ററും ആയിരിക്കണം. ക്ലിയർ ആയിട്ടുള്ള വൃത്തിയിൽ ക്ലിയർ ആയിട്ട് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24/7/2024 ആണ്. 24/7/2024 ആണ് നമ്മൾ അപ്ലൈ ചെയ്തു. പക്ഷെ ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ ഒരു ദിവസം കൂടി ഫീസ് അടയ്ക്കാൻ മാത്രം നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ് നമുക്ക് ഫീസ് അല്ലെ. അപ്പൊ അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. പക്ഷേ വുമൺ കാൻഡിഡേറ്റ്സിന് ഷെഡ്യൂൾഡ് കാസ്റ്റ് SC ST ഷെഡ്യൂൾഡ് കാസ്റ്റ് ഏതൊക്കെയാണ്? SC ST, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ്, PWBD നമ്മൾ പറഞ്ഞില്ലേ, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ്, എക്സ് സർവീസ് മാൻ, ഇവർക്കൊക്കെ എന്തുണ്ട്? ഇവർക്കൊക്കെ റിസർവേഷൻ ഉണ്ട്. ഇവർക്ക് ആർക്കും എന്തടയ്ക്കേണ്ട? ഫീ അടയ്ക്കുന്നതിൽ നിന്നും ഇവരെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കാർക്കും നമ്മുടെ എന്താ പറയുക, വുമൺ കാൻഡിഡേറ്റ്സ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് SC ST, നമ്മുടെ PWBD നമ്മളെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, എക്സ് സർവീസ് മാൻ, ഇവർക്കൊന്നും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഫീസ് നിങ്ങൾക്ക് ഭീം UPI ID യൂസ് ചെയ്തോ, നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്തിട്ടോ, മാസ്റ്റർ കാർഡ്, വിസ കാർഡ്, റൂപേ ഡെബിറ്റ് കാർഡ്, ഇത് ഏത് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഫീസ് പേ ചെയ്യാവുന്നതാണ്. ഫീസ് പേ ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 25/7/2024 ആണ്. ആരും അവസാനത്തോട്ട് വെക്കാണ്ടിരിക്കുക, വേഗം തന്നെ അടയ്ക്കുക കേട്ടോ ഫീസ്.
നെക്സ്റ്റ് നമുക്ക് അപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറക്ഷൻസ് വന്നു. അപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും കറക്ഷൻസ് വന്നാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആവുന്നത് 10/8/2024 മുതൽ 11/8/2024 വരെയാണ്. അതായത് നമുക്ക് ഒരു ദിവസമാണ് അപ്ലിക്കേഷൻ കറക്ഷൻ കിട്ടുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ, രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ മാക്സിമം കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഇനി അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ചെയ്യാനാണ് ഈ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത്. അപ്പോൾ കറക്ഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിന് അക്കോർഡൻസ് ആയിട്ട് ചെയ്യുക. പക്ഷെ ഇതിന് ഫീസ് ഉണ്ട്. എന്താണ്, ഫസ്റ്റ് ഒരു ടൈം നിങ്ങൾ കറക്ഷൻസ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിന് 200 rupees ആണ് ഫീസ് വരുന്നത്. സെക്കൻഡ് ടൈം വീണ്ടും നിങ്ങൾ എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യുകയാണെങ്കിൽ അതിന് വീണ്ടും ഫീ കൂടും. 500 rupees ആണ്. ഫസ്റ്റ് ടൈം 200 rupees ആണ്, സെക്കൻഡ് ടൈം 500 rupees ആണ് നിങ്ങൾക്ക് റീസബ്മിറ്റ് ചെയ്യാനായിട്ട് ഫീസ് വരുന്നത്. അപ്പൊ കൃത്യമായിട്ട് ചെയ്യുക. ഈ ഫീസും ഈ 200 rupees ആയാലും 500 rupees ആയാലും മാസ്റ്റർ കാർഡ്, ഡെബിറ്റ് കാർഡ്, റുപേ കാർഡ്, UPI ID, വിസ കാർഡ് ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. റെഡി ആണല്ലോ? സെറ്റ്. ഇനി നമ്മുടെ എക്സാമിനേഷൻ സെന്റേഴ്സ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കുക കേട്ടോ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. നോട്ടിഫിക്കേഷനിൽ ഓൾറെഡി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും ജനറലി ഉള്ള ഡൗട്ടാണ്, റിസർവേഷൻ കാറ്റഗറി ഉണ്ട് അല്ലേ, SC ST OBC നോൺ ക്രിമി ലെയർ EWS ഇതേപോലെയുള്ള റിസർവേഷൻ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ റിസർവേഷൻ കാറ്റഗറിയിലാണ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എപ്പോഴത്തേക്കാണ് അവർ ഈ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. 24/7/2024 എന്ത് ചെയ്യണം, നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവണം. കൃത്യമായിട്ട് ഓർക്കാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 24/7/2024 ആണ്. അപ്പൊ അതിനുള്ളിൽ എന്ത് ചെയ്യുക, എല്ലാ സർട്ടിഫിക്കറ്റും പ്രൊഡ്യൂസ് ചെയ്ത് വെക്കാം. അപ്പൊ ഈ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്ക് ജോലി നേടാനുള്ള വർഷമാണ് അല്ലെ. കാരണം 17,000-ലധികം വേക്കൻസീസ് ആണ് നമ്മുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു വർഷം, അതായത് ഈ ഒരു വർഷം അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഫോക്കസ്ഡ് ആയി നമുക്കുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ഡ്രീം ജോബിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് നമ്മുടെ സൈലം SSC RRB CGL ഓഫീസേഴ്സ് ബാച്ചുകൾ റൺ ചെയ്യുന്നത്. ഇപ്പൊ സക്സസ്ഫുള്ളി ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ ലൈവ് ക്ലാസ്സുകളാണ് പോകുന്നത്. അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ താങ്ക് യു.